അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതാരോ വന്നോ നോക്കിയാണി. അന്ന് കണ്ടില്ലല്ലോ, പോന്നല്ലേ തിരക്കുട്ടിയായിട്ട്. ഞാൻ പറഞ്ഞില്ലേ തേടി പോവാന്നൊക്കെ. പുതിയ മരുമോളല്ലേ? കണ്ടില്ലോ ഡോക്ടറെ? അതെ, കുറ്റം എന്താ പറഞ്ഞു എന്നെ? ഞങ്ങളിവിടെ മുകളിൽ അഡ്മിറ്റ് ഉണ്ട്. എന്റെ മൂത്തച്ഛന്റെ മരുവോളെ കുട്ടി ഓലെ കാണാൻ വന്ന അവളെ കാണിച്ചു കൊടുക്കണ്ടേ, അതിന് കൊണ്ടുവന്നാ. കണ്ടില്ലേ? ഇതെന്റെ വലിയ മാല എന്തേടാഞ്ഞേ? ഇഷ്ടല്ല പറഞ്ഞ ഡോക്ടർക്കൊക്കെ കാണണ്ടേ. കണ്ടില്ലല്ലോ, ഇഷ്ടംപോലെ പൊന്ന് കൊടുത്തയച്ചണ്. ഞാൻ ഐറ്റങ്ങളോട് പറഞ്ഞു ഒത്തും വേണ്ട, എനിക്ക് ആ കുട്ടീനെ മാത്രം മതിയെന്ന്. പണ്ട് നിങ്ങൾ കുറേ പേടിപ്പിച്ച് പോയല്ലേ, ഇപ്പോഴത്തെ കാലത്ത് പെണ്ണിനെ കിട്ടാൻ പണിയാണ്, അതാണ് ഇതാണ്. ഇപ്പം എങ്ങനെയുണ്ട്? നല്ല പെൺകുട്ടിയല്ലേ? ഇഷ്ടംപോലെ പൊന്ന് വാരിക്കോരി തന്നാണ്. ഐറ്റങ്ങളോട് പറഞ്ഞ് ഈ പൊന്നിന്റെ വില കൂടിയ സമയത്ത് നിങ്ങൾ എത്തും തരണ്ടാന്ന് പറഞ്ഞിട്ട് കേക്കണ്ടേ. നമുക്ക് കുട്ടീനെ മതി. പിന്നെ അരിഞ്ഞാണം വരെ പൊന്ന. ഞാൻ മരോളായിട്ടല്ല കേട്ടോ, എൻ്റെ മോളായിട്ട് തന്നെ അവളെ കൊണ്ടെടുക്കണേ. അടുക്കളയ്ക്ക് ഞാൻ കയറ്റലേ ഇല്ല. കരിയും പുകയൊക്കെ കൊണ്ട് നടക്കാനുള്ളതല്ലോ, അതിനല്ലല്ലോ നമ്മളെ പെരേക്കോല് പറഞ്ഞേക്കണേ. ഒരു പണി എടുപ്പിക്കില്ല, ഒക്കെ ഞാൻ തന്നെ എടുക്കും. അതിന്റെ ആവശ്യമില്ല കേട്ടോ. ഇപ്പൊ അങ്ങനൊന്നും ഇല്ല. ഞങ്ങൾ പോട്ടെ. ആയിക്കോട്ടെ, ശരി. ശരി. അല്ല, മരുമോളെവിടെ? ഓളെപ്പോഴും കൊണ്ടടക്കണ്ടല്ലോ നിങ്ങള്. അതൊന്നും പറയാതൊക്കെന്നല്ലേ. നേരെ 10-11 മണിയായില്ലേ, ഞാൻ പോരാ നേരത്തെ നീച്ച് വരുന്നുള്ളൂ. ഡോക്ടറെ നിങ്ങളോട് പറയുകയാണെങ്കിൽ അടുക്കളേക്ക് ആ പെണ്ണ് കേറൂല. ഓള് വരുമ്പോ ഞാൻ വെച്ചുണ്ടാക്കി മേശപ്പുറത്ത് വെച്ച് കൊടുക്കണം. എന്നാ ഓനൊന്ന് പറഞ്ഞു കൊടുക്കണം, അമ്മനൊന്ന് സഹായിക്കണം. അതൊന്നുമില്ല. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനത്തെ പെൺകുട്ടികളുണ്ടാവുമോ? ഈ തള്ളാര് തന്നാലും എന്ത് കണ്ടിട്ടാ ഈ കുട്ടികളെ ഒത്തിരി പൊടിറ്റെള്ളം ഉണ്ടാക്കാനെങ്കിലും പഠിപ്പിച്ചു കൊടുക്കണ്ടേ? ഒന്നും നിച്ചല്ലേ അതിന്. അല്ല, ഉപ്പേരിയൊക്കെ എന്താ വെക്കാൻ പറഞ്ഞ ഓളെ ആരും ഉപ്പ് തോന്നിട്ടിട്ട് വെക്കണ ഉപ്പേരിന്നാ. എന്താ വെച്ചാൽ തിന്നാനും പറ്റൂല. അമ്മ അതിലൊരു കോലം. ഒരാറ്റോറ്റ് കാത്തുനിന്ന് തെരഞ്ഞു കിട്ടിയൊരു പെൺകുട്ടിയപ്പ്. ഒരു മാസം മുന്നേ എന്തൊക്കെയായിരുന്നു പുകയില്. തലേ വെച്ചാൽ പേനരിക്കും, നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കും, അടുക്കളയിൽ കയറ്റിയാൽ പുക തട്ടും. എന്തൊക്കെയായിരുന്നു. ആദ്യം തന്നെ ആ കുട്ടീനെ സ്വന്തം മകളെ പോലെ കൂടെ നിർത്തിയാൽ പോരെ. ഇനി അടുക്കളയിലാണെങ്കിലും കുഴപ്പമില്ലല്ലോ, കൂടെ സഹായിക്കാൻ നിർത്തിയാൽ പോരെ. അങ്ങനെ മെല്ലെ 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 അത് അഡ്ജസ്റ്റായി വന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പഠിക്കൂലേ. 1-2 മാസം അടുക്കളയിൽ അടുപ്പിക്കാതെ രാജകുമാരിയെ പോലെ വെച്ച് പിന്നെ ഒറ്റ അടിക്കടുത്ത് താഴെ ഇട്ട് അല്ലേ. ഇപ്പം ഫുള്ള് കുറ്റേ ഉള്ളൂ. ഇതെല്ലാം അമ്മായിമാരിങ്ങനെ തന്നെ. ഒരു മാസം മുന്നേ വന്നിട്ട് ഇത്രയും സംസാരിച്ചില്ലേ, അപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഇങ്ങനെ പറഞ്ഞു വരുമെന്ന്.